ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ. ക്രീം ചീസൊക്കെ ചേർത്തിട്ടുള്ള ഒരു ½ kg റെഡ് വെൽവെറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ½ kg കേക്ക് ടീൻ എടുത്തിട്ട് അതിലേക്ക് എണ്ണയോ ബട്ടറോ എന്തെങ്കിലും ഒഴിച്ചിട്ട് നന്നായിട്ട് ഗ്രീസ് ചെയ്യണം. അതിനുശേഷം കുറച്ച് മൈദപ്പൊടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. അതിലേക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് അടുത്തതായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ½ കപ്പ് മൈദ, കറക്റ്റായിട്ട് അളക്കണം കേട്ടോ, ½ കപ്പ് മൈദ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/4 ടീസ്പൂണിൻ്റെയും പകുതി ബേക്കിംഗ് സോഡ, കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ, ഇതൊന്നും തെറ്റരുത് അളവ്. പിന്നെ ഒരു നുള്ള് ഉപ്പ്. പിന്നെ വേണ്ടത് ഒരു ½ ടീസ്പൂൺ കൊക്കോ പൗഡർ ½ ടീസ്പൂൺ മതി. കൂടുതലായാലും നമ്മുടെ കേക്ക് ആ റെഡ് കളർ മാറിയിട്ട് ഒരു ഡാർക്ക് കളർ ബ്രൗൺ പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് കുറച്ച് ഒരു ½ ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇനി അരിച്ചെടുക്കുക. 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് തവി വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൽ നല്ലത് നന്നായിട്ട് അരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആയി. അടുത്തത് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. ഒരു 4-5 മിനിറ്റെങ്കിലും നിങ്ങൾ നന്നായിട്ട് ഓരോരുത്തരുടെ ബീറ്ററിനനുസരിച്ച് മാറും കേട്ടോ. എന്നാലും നന്നായിട്ട് നിങ്ങൾക്ക് ആ പത വരണം, നല്ല ഫ്ലഫി ആവുന്നത് വരെ അടിക്കാൻ നോക്കുക കേട്ടോ. മാക്സിമം അടിക്കുന്നതാണ് നല്ലത്. എത്രത്തോളം അത് ഫ്ലഫി ആവുന്നോ അത്രത്തോളം കേക്ക് നല്ലതാവും. എന്നിട്ട് അതിലേക്ക് ഒരു ½ ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. പിന്നെ നിങ്ങളിൽ ഉണ്ടെങ്കിൽ മിൽക്ക് എസൻസ് ഒഴിക്കുക. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, മിൽക്ക് എസൻസ് ഒക്കെ. വാനില എസൻസ് മാത്രം മതിയാവും. മിൽക്ക് എസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ 1-2 ഡ്രോപ്സ്, അതുപോലെ ബട്ടർ എസൻസ് ഉണ്ടെങ്കിൽ അതും 1-2 ഡ്രോപ്സ്. അതൊക്കെ ഓപ്ഷണലാണ്. വാനില എസൻസ് മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം മതിയാവും. ആ എഗ്ഗിൻ്റെ സ്മെല്ല് പോകാനും ഇത്തിരി നല്ലൊരു സ്മെല്ല് വരാനായിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വീണ്ടും നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് അങ്ങോട്ട് അടിക്കുക. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഒരു ½ കപ്പിൻ്റെയും 1/4 ഭാഗം, ½ കപ്പ് ഫുള്ള് പഞ്ചസാര എടുക്കരുത്, ½ കപ്പിൻ്റെ ഒരു 1/4 ഭാഗം പഞ്ചസാര എടുത്തിട്ട് അതിനെ പൊടിക്കുക. കാരണം 1/4 ഭാഗം എടുക്കുമ്പോൾ തന്നെ അതിനെ പൗഡർ ആക്കുമ്പോൾ ½ കപ്പ് പഞ്ചസാര കിട്ടും. അതുകൊണ്ടാണ് ½ കപ്പ് ഫുള്ള് എടുക്കുകയെന്ന് പറയുന്നത്. അപ്പം മധുരം കൂടി പോകും കേട്ടോ. അപ്പോൾ ½ കപ്പിൻ്റെയും 1/4 ഭാഗം പഞ്ചസാര എടുത്ത് പൊടിച്ചിട്ട് ആ പൗഡറിനെ കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഫുള്ളായിട്ട് ഇടരുത്, കുറച്ചിടുക, ബീറ്റ് ചെയ്യുക, ബീറ്റ് ചെയ്യുക. അപ്പം നല്ല ഫ്ലഫി ആയിട്ടും നല്ല നല്ല ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫുള്ളായിട്ട് ഇട്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ പകുതി ഇട്ടാൽ മതി. അത് നന്നായിട്ട് ബീറ്റാക്കിയതിന് ശേഷം ഒരു 1/4 കപ്പ് എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ഒഴിക്കുക. ബാക്കി ഭാഗത്ത് സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും എണ്ണ ഒഴിക്കുക. ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിൽ എണ്ണ എടുത്താൽ മതിയാവും. വെളിച്ചെണ്ണ എന്തെങ്കിലും എടുക്കരുത് കേട്ടോ. ബാക്കി ഭാഗത്ത് സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് നിറയ്ക്കുക 1/4 കപ്പിലേക്ക് കേട്ടോ. എന്നിട്ട് ഈ ഓയിൽ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയും പഞ്ചസാരയൊക്കെ ചേർത്ത ആ ഒരു മിക്സിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് അടിക്കുക. ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതിയേ. ഇത് ഈ ഓയിൽ എല്ലായിടത്തും എത്തിയെന്ന് തോന്നുമ്പോൾ അങ്ങ് നിർത്താം, ഒത്തിരി അങ്ങോട്ട് അടിക്കരുതേ. അപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് അത്രയും മതിയോ. എന്നിട്ട് അതിലേക്ക് ഒരു 2 ഡ്രോപ്സ് റെഡ് കളറിൻ്റെ ജെല്ല് ചേർക്കുക. ഒരു ജെല്ലില്ല, ലിക്വിഡ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും. ജെല്ലാണെങ്കിൽ 2 ഡ്രോപ്സ് മതിയാവും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം വിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ കസ്റ്റമേഴ്സിന് നല്ല കളർ വേണം, റെഡ് കളർ വേണം എന്ന് പറയുവാണെങ്കിൽ കൂടുതൽ ചേർക്കുക. കുറച്ച് മതി, കളർ അധികം വേണ്ട എന്ന് പറയുകയാണെങ്കിൽ കളർ അനുസരിച്ച് കുറയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് പതുക്കെ ഫോൾഡ് ചെയ്ത് എടുക്കുക. ബീറ്റർ വെച്ചിട്ട് അടിക്കാണ്ടിരിക്കാൻ നല്ലത്. അഥവാ അടിക്കുകയാണെങ്കിലും ഒരു 5-10 സെക്കൻഡ്സ് ഒന്ന് മിക്സ് ചെയ്യുക, അത്ര ചെയ്യാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ സമാധാനത്തോടെ ഫോൾഡ് ചെയ്തെടുക്കുക. കുറച്ച് മാവ് ഇടുക, ഫോൾഡ് ചെയ്യുക, കുറച്ച് മാവ് ഇടുക, ഫോൾഡ് ചെയ്യുക. അങ്ങനെ വളരെ ഫ്ലഫി ആയിട്ട് നിൽക്കുന്നത് അങ്ങ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കേക്ക് അധികം ഹാർഡൊന്നും ആവില്ല ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും, ഇത്തിരി സോഫ്റ്റായിട്ട് കിട്ടും, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ ബാറ്റർ ടിന്നിലേക്ക് ഒഴിക്കാറാകുമ്പോൾ ആ ഒഴിക്കുന്ന സമയത്ത് മതി കേട്ടോ, ഒരു ½ ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് നേരത്തെ ചെയ്തതിൽ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിക്കുക. കണ്ടോ, ഇതുപോലെ ഈ ഒരു ടെക്സ്ചറിൽ വേണം ആ ബാറ്റർ കിട്ടാനായിട്ട്. ഒത്തിരി കട്ടിയാവരുത്, ഒത്തിരി ലൂസും ആവരുത് കേട്ടോ. അതിനുശേഷം ഒരു 10 മിനിറ്റെങ്കിലും പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചാൽ ഈ ഒരു അടപ്പ് പാത്രം ഇല്ലേ ഞാൻ വെച്ചേക്കുന്നുണ്ടോ, ആ ഒരു അടപ്പ് പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ 10 മിനിറ്റ് വയ്ക്കുക. അതിലേക്ക് തിരുവളയം ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ തിരുവളയത്തിൻ്റെ മുകളിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ടൊന്ന് സിമ്മോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമോ ഇട്ട് വെക്കുക. ഒരു 15 മിനിറ്റ്സെങ്കിലും കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി നോക്കുക. അതിലേക്ക് കേക്ക് ഒട്ടി എങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കുക. അതിലേക്ക് കേക്കിൻ്റെ ഒന്നുമില്ലെങ്കിൽ കേക്ക് റെഡി ആയെന്നാണ് അർത്ഥം. ഒരു 15 മിനിറ്റ്സിന് കഴിഞ്ഞിട്ട് വേണം തുറന്ന് നോക്കാം കേട്ടോ.
അതിനുശേഷം ഒരു ഹാഫ് കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക. വിപ്പിംഗ് ക്രീം തലേദിവസം തന്നെ ഫ്രീസറിൽ വെച്ചേക്കണം കേട്ടോ. ഫ്രീസറിൽ നിന്ന് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേദിവസം താഴത്തെ തട്ടിലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ പാൽ പോലെ ഇരിക്കണം. ആ ഒരു ടെക്സ്റ്റിലുള്ള വിപ്പിംഗ് ക്രീമാണ് അടിക്കാൻ. അതിന് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഫസ്റ്റ് 1-ലിട്ടിട്ട് കുറച്ച് നേരം അടിക്കുക, 2-ലിട്ടിട്ട് കുറച്ച് നേരം അടിക്കുക, അടുത്ത ലെയർ പോലെ വരുമ്പോഴത്തേനും 3-ലിട്ട് അടിക്കുക, വീണ്ടും കുറച്ചും കൂടി തിക്കായി വരുമ്പോൾ അങ്ങനെ 4 5 മാക്സിമം. എന്നിട്ട് ഒരു നന്നായിട്ട് ഇതുപോലെ ലെയറായിട്ട് വരുമ്പോഴത്തേനും സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ചേർത്ത് നന്നായിട്ട് അടിച്ച് അതിനെ മാറ്റി വയ്ക്കുക. അല്ലാണ്ട് വീണ്ടും ഒരു ഹാഫ് കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതുപോലെ അടിച്ച് നന്നായിട്ട് നേരത്തെ പോലെ നന്നായിട്ട് അടിച്ച് ആ ഒരു സ്റ്റിഫ് ആവും വരെ അടിച്ച് മാറ്റി വയ്ക്കുക. മറ്റേത് ക്രീം ചീസ് ചേർത്തതാണ് ഹാഫ് കപ്പ്, ഇത് ക്രീം ചീസ് ചേർക്കാണ്ടുള്ള ഹാഫ് കപ്പ്. ഓക്കെ, അടുത്തൊരു ഹാഫ് കപ്പ് പഞ്ചസാരയിലേക്ക് ഹാഫ് കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. കേക്കിലേക്ക് ഒഴിക്കാനുള്ള ഷുഗർ സിറപ്പാണ് കേട്ടോ. എന്നിട്ട് ഷുഗർ സിറപ്പ് തണുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ കേക്കിന് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. അതിനുശേഷം നമ്മുടെ കേക്ക് ബോർഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ചിട്ട് അതിലേക്ക് നമ്മുടെ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ എടുക്കാൻ മറന്നുപോയി, ഒരു കട്ട് ചെയ്തതൊക്കെ. ഞാൻ അല്ലാണ്ട് ഇനി അടുത്ത പ്രാവശ്യം ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാവേ. അപ്പോൾ അത് ഫസ്റ്റ് ലെയർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ക്രീം ചീസ് ചേർത്ത വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഇതുപോലെ ഒഴിച്ചിട്ട് 1 സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് അതിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് അങ്ങ് വയ്ക്കുക. എന്നിട്ട് വീണ്ടും രണ്ടാമത്തെ ലെയർ വെച്ചിട്ട് സെയിം പോലെ ചെയ്യുക. കുറച്ച് ക്രീം ചീസ് ചേർത്ത് വിപ്പിംഗ് ക്രീം ചേർക്കുക, കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുക, സ്ട്രോബെറി ക്രഷ് ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അതും കൂടി ഇടുക കേട്ടോ. ചിലർ കടിക്കാനൊക്കെ കിട്ടുന്ന ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ അതില്ലെങ്കിൽ ഇതുണ്ടല്ലോ, ചെറി ഇങ്ങനെ കട്ട് ചെയ്ത് പീസാക്കി ഇടാം. അല്ലെങ്കിൽ വൈറ്റ് കോമ്പൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിടാം. അങ്ങനെയുള്ള എന്തെങ്കിലും അതിൻ്റെ ഇടയിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് വിപ്പിംഗ് ക്രീം മുകളിലേക്ക് ചെയ്തിട്ട് നന്നായിട്ട് ഫുൾ അതിൽ സ്പ്രെഡ് ചെയ്യുക. അതിന് ശേഷം സൈഡിൽ ഞാൻ കുറച്ച് റെഡ് കളർ ചേർത്ത വിപ്പിംഗ് ക്രീമാണ് കേട്ടോ സൈഡിലൊക്കെ ചെയ്തേക്കുന്നത്. എന്നിട്ട് ആ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കുഞ്ഞു ബോൾ പോലെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കുഞ്ഞു ബോൾ പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ബാക്കി ഡിസൈനെല്ലാം ഫോണ്ടൻ്റ് വെച്ചിട്ട് ചെയ്തതാണ്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.